സത്യം പറഞ്ഞ ഭയങ്കര മൂഡ് ഓഫിലായിരുന്നു ഞാൻ. മാസാവസാനമായിട്ടും ഈ വീട്ടിൽ നിന്നും ഒരു കേസും വന്നില്ലല്ലോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാനും പോലീസുകാരും. പിച്ചളയുമായി വയലോരം വീട്ടിലേക്ക് വരുന്ന പോലീസിന്റെ മുന്നിൽ സുഭദ്ര മാലമോഷണത്തിന്റെ കള്ളത്തരം തെളിയിക്കുന്നു. കാണാതെ പോയി മാല കണ്ടോ? നകുല, സീത അവിടെ വന്ന് നിന്നപ്പോ നകുലം പല രീതിയിൽ സഹായിച്ചിട്ടുണ്ടാവാം. അതൊക്കെ അന്ന്. സീതയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വരുന്നതിൽ ബാലന് അതിർത്തി. പാരാസൈക്കോളജിയിലൊക്കെ ഡോക്ടറേറ്റ് ഉള്ള ആളാ. ശാരദയുടെ ബാധ ഒഴിവാക്കുന്നതിന് സഞ്ജയനുമായി ചേർന്ന് ജലജ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആരോടും ഒന്നിനോട് ഇഷ്ടക്കേടില്ലെന്ന്. സീതയെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതിന് കുട്ടിമണി ബാലനെ വഴക്കു പറയുന്നു. ഇപ്പൊ ദേവി ഏത് രവിയോടൊന്ന് സംസാരിക്കണം. രവിയെ ഉപദേശിക്കണമെന്ന് ബാലനോട് സീത പറയുന്നു. മതികളെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാ മതി. ഈ ഉത്സാഹത്തിനും ആവേശത്തിനും ഒക്കെ പിന്നിലെ എന്തോ ഒരു രവി എന്തോ കള്ളത്തരം ഒളിപ്പിക്കുന്നതായി മതികലയ്ക്ക് സംശയം. എത്രേ? 40 രൂപ. എത്ര നേരായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. രവിയണ്ണൻ എന്താ താമസിച്ചത്? അത് പിന്നെ ഞാൻ മതിയോട് പറഞ്ഞിട്ട്. ഓ, പറഞ്ഞ് ദക്ഷിണ വെച്ച അനുഗ്രഹമൊക്കെ മേടിച്ചോ? അയ്യോ, ഞാൻ മൈലമ്മയുടെ കൂടെ ഡ്രൈവിംഗ് പഠിക്കാൻ പോരാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതെന്താ? പറഞ്ഞാലെന്താ? അല്ല, ഒന്നുമില്ല. പക്ഷെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ മതിക്ക്. ഞാൻ അപ്രതീക്ഷിതമായിട്ട് കാർ ഓടിച്ച് മതിയുടെ മുമ്പിലോട്ട് ചെല്ലണം. അതാണ് എന്റെ ആഗ്രഹം. വേല കയ്യിലിരിക്കട്ടെ രവിയണ്ണ. എന്റെ കൂടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യം പറഞ്ഞ് അനുഗ്രഹം മേടിക്കാൻ അങ്ങോട്ട് ചെന്നാലേ മതികളാക്കാൻ നിഗ്രഹിക്കും. അതാണ് സത്യം. ഏയ്, എനിക്കത്രയ്ക്ക് പേടിയൊന്നുമില്ല. പിന്നെ എനിക്കറിഞ്ഞൂടെ. നമുക്കേ ഡ്രൈവിംഗ് പെട്ടെന്ന് പഠിച്ചാലോ മൈലമ്മേ? അത് പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുമോ? രവിയണ്ണന് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടോ? എന്തിന്റെ ബാലൻസ്? രവിയണ്ണന് 2 വീലർ ഓടിക്കാൻ അറിയോ? അത് പറ. ഞാനേ സൈക്കിൾ നല്ലപോലെ ഓടിക്കും. 2 കൈയൊക്കെ വിട്ട് ഓടിക്കും മൈലമ്മേ. അപ്പൊ കാർ ഓടിക്കുന്നത് വലിയൊരു ടാസ്ക് ആയിരിക്കും. നോക്കിക്കോ. മൈൽ എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ. വണ്ടിക്കകത്ത് കേറിയിരിക്കണം, സ്റ്റിയറിംഗ് തിരിക്കണം, പിന്നെ ഗിയർ മാറണം. അത്രയല്ലേ ഉള്ളൂ. പറഞ്ഞു വരുമ്പോ എത്ര സിമ്പിൾ. എന്നാ നമുക്ക് തുടങ്ങിയാലോ? അതിനു മുമ്പേ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഓ, എന്റെ ശബരിമല അയ്യപ്പാ, അന്തോണിസ് പുണ്യാളാ, എന്റെ പടച്ചോനെ, ഒരുപാട് ടിപ്പർ ലോറികളും സൂപ്പർ ഫാസ്റ്റുകളൊക്കെ വരുന്ന വഴിയിലൂടെ ഞാൻ കാർ ഓടിച്ച് പഠിക്കാൻ തുടങ്ങുവാണേ. എന്നെ കാത്തോളണേ. എല്ലാരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. 2 പേരും മിസ്സായാലും ഒരാളെങ്കിലും നമ്മുടെ കാര്യം നോക്കുമല്ലോ. അതാ ഞാൻ 3 പേരെയും വിളിച്ചതേ. ശരി, കാറിലോട്ട് കേറിയാലും. ഞാൻ പുറകിലിരുന്നാ മതിയോ മയിലേ? തലവലി. ഡ്രൈവിംഗ് പഠിക്കാനാണോ രവിയണ്ണ പുറകിലിരിക്കുന്നത്? മുൻ സീറ്റിലെ കേറ് രവിയണ്ണ, ഡ്രൈവിംഗ് സീറ്റിലെ ഉட்காரு. പഴനി ആണ്ടവാ, നീ ഏതോണ്. ആദ്യം എന്ത് ചെയ്യണമെന്ന് രവിയണ്ണ അറിയാമോ? സ്റ്റിയറിംഗ് തൊട്ട് പ്രാർത്ഥിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്. സമ്മതിച്ചു. അത് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. രവിയണ്ണൊന്ന് സ്റ്റാർട്ട് ചെയ്തേ. രവിയണ്ണന്റെ ഭാവം കണ്ടാ തോന്നൂലോ ബോംബ് നിർവീര്യാക്കാൻ പോവാന്ന്. അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യ രവിയണ്ണ. താഴെ ഇടതുവശത്ത് ക്ലച്ച്, നടുക്ക് ബ്രേക്ക്, വലതുവശത്ത് ആക്സിലേറ്റർ. രവിയേട്ടനൊന്നാ ക്ലച്ച് ചവിട്ടിക്കേ. என்ன இது? ക്ലച്ച് കൊല പണ പോறீங்களா? മെതുവാ. അല്ല മൈലമ്മേ, എനിക്കൊരു സംശയം. ചോദിച്ചോ. നമ്മളിപ്പോ ഒരു 100 കിലോമീറ്റർ സ്പീഡില് കാർ ഓടിക്കാണെന്ന് വെച്ചോ. പെട്ടെന്നൊരു പൂച്ച കുറുകെ ചാടി. നമ്മൾ ആ സെക്കൻഡിൽ ബ്രേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും? പൂച്ച ചിലപ്പോ രക്ഷപ്പെടും. പക്ഷേ രവിയണ്ണന്റെ വായിലിരിക്കുന്ന പല്ല് മുഴുവൻ റോഡിൽ കിടക്കും. ആദ്യം വളയം മെല്ലെ പിടിക്കാൻ നോക്കും. അത് കഴിഞ്ഞു മതി വലിയ പരീക്ഷണങ്ങളൊക്കെ. அந்த கிளச்ச பதிய சவுட்டு. இனி ஃபர்ஸ்ட் கியர். இனி கிளச்ச மெதுவா விட்டு ஆக்சிலேட்டர் கொடு. യോ അലിമേ, എന്തെങ്കിലും ചെയ്യ്. മാഡം, മാഡത്തോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ?
ഈ മാസത്തെ ശമ്പളത്തിന്റെ കൂടെ എനിക്കൊരു 3000 രൂപ കൂടുതൽ തരണം. അഡ്വാൻസ് ആയിട്ട് തന്നാ മതി. അഡ്വാൻസും ഗിഡ്വാൻസും ഒന്നുമില്ല. ജോലി ചെയ്യുന്നതിന്റെ കൂലി തരും, അത്രേ ഉള്ളൂ. അയ്യോ, അങ്ങനെ പറയല്ലേ മാഡം. എന്റെ ഇളയ മോക്കെ കോളേജിൽ നിന്ന് ടൂർ പോകാൻ വേണ്ടിയാ. പഠിത്തത്തിന്റെ ഭാഗമായിട്ടുള്ള ടൂറാണെന്നാ പറഞ്ഞത്. ഊട്ടിയിലൊക്കെയാ. ഊട്ടി, കൊടൈക്കനാല്. കാശിന് ഗതിയില്ലാത്ത നീ എന്തിനാടി മോളെ കോളേജിൽ വിട്ടത്? നല്ലതുപോലെ പാത്രം മെഴുക്കാനും മുറ്റമടിക്കാനും പഠിപ്പിച്ച പോരായിരുന്നോ? എല്ലാവർക്കും ആഗ്രഹമില്ലേ മാഡം അവരുടെ മക്കള് പഠിച്ച് നല്ല നിലയിലാവണമെന്ന്? പിന്നെ വലിയ നിലയിലെത്തി. 10ാം നിലയിലെ തൂപ്പുകാരിയാവും, അത്രേ ഉള്ളൂ. ഇന്നത്തെ വേലക്കാരിയുടെ മോള് നാളത്തെ വേലക്കാരി. ചുമ്മാ തല്ല പെണ്ണുമ്പിളെ നിങ്ങൾ ഉന്തുവണ്ടി ഇരുന്ന് നിരങ്ങിയത്. നീ വല്ലതും പറഞ്ഞോ? ഏയ് ഇല്ല. മാഡം വയ്യാതിരുന്നപ്പോ ഞാനും എന്റെ മോളും കൂടെ പോയാ നേർച്ചയൊക്കെ ചെയ്തെന്ന് പറയുമായിരുന്നു. ആ, ഞാൻ 1500 രൂപ തരാം. 2 തവണയായിട്ട് നീ തിരിച്ചു തന്നാ മതി. ആന്റി, ആന്റി, ആന്റി. എന്താടാ, എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നേ? ഞാനിവിടെ നക്ഷത്രം പോലെ നിൽക്കുന്ന കാണുന്നില്ലേ? നക്ഷത്രം എണ്ണാൻ പോവെല്ലാവരും. അത് പറയാൻ ഞാനിപ്പോ വന്നത്. നക്ഷത്രം എണ്ണാനോ? നീ എന്തായി പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. മാഡം നക്ഷത്രം എണ്ണുവെന്ന് എനിക്ക് മനസ്സിലായി. വായടക്കടി, കേറിപ്പോകത്ത്. ആന്റി, നമ്മുടെ മതിയുടെ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആന്റി അറിഞ്ഞു ഇത് വല്ലതും? മതിയുടെ ജീവിതം നഷ്ടപ്പെട്ടെന്നോ? എന്റെ മോളുടെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ല. അത് ആന്റിയുടെ ധാരണ. പക്ഷേ ആ രവി എന്ന് പറയുന്നവൻ നമ്മളെ മതിയെ ചലിച്ചുകൊണ്ടിരിക്കുക, മണ്ടന്മാരായിക്കൊണ്ടിരിക്കുക. നീ കാര്യം തെളിച്ചു പറ സഞ്ജു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു കാഴ്ച കണ്ടു. നമ്മുടെ കനാൽ റോഡിന്റെ അടുത്ത് മൈലമ്മയുടെ കാറിൽ മൈലമ്മയും രവിയും മാത്രം. രവി എന്താ മൈലമ്മയുടെ കാറില്? അതാ ഞാനും ആലോചിച്ചത്. ഓ, ഒരു ചിരിയും കളിയും കൊഞ്ചലും എന്ന് വേണ്ട എന്റെ അമ്മോ. പാവം മതി, ഇതൊന്നും അറിയാതെ വീട്ടില്. നിന്നെ കണ്ടോ അവര്? എന്നെ കണ്ടില്ല. സതീഷേ, എടുക്കടാ വണ്ടി. ആന്റി, രവിയണ്ണൻ ഇപ്പൊ നല്ല കോൺഫിഡൻസ് ഒക്കെ ആയില്ലേ വണ്ടി ഓടിക്കാന്ന്? ആയി പെണ്ണെ. പൊന്നെന്നോ എന്നെയോ? അല്ല, അത് മതി വിളിക്കുന്ന ഓർമ്മയിൽ വിളിച്ചു പോയതാ. രവിയണ്ണൻ ആദ്യം ഈ പൊന്നെ തേനെ വിളി നിർത്തണം. അപ്പ തന്നെ മതികളാക്കാവുക്ക് അണ്ണൻ കിട്ട റെസ്പെക്ട് വന്നിടും. അല്ല, പൊന്നേന്ന് വിളിക്കുമ്പം എന്നോട് ഇഷ്ടം കൂടത്തല്ലേ ഉള്ളൂ മയിലമ്മേ. അത് രവിയണ്ണനെ പോലെയുള്ള ചില പുരുഷന്മാരുടെ മണ്ടൻ ധാരണ. അനുസരിക്കാൻ ഇഷ്ടപ്പെടുന്നവളാ പെണ്ണ്. അനുസരിപ്പിക്കുന്ന പുരുഷന്മാരെയാ അവൾക്ക് ഇഷ്ടവും ബഹുമാനവും. പുരിഞ്ചിതാ? പുരിഞ്ച്. മനസ്സിലാക്കിയാ മാത്രം പോരാ, അത് സ്വന്തം ജീവിതത്തില് നടപ്പാക്കാൻ വേണം. രവിയണ്ണ ഇന്ന് വരെ മതികളാക്കാവെ എടീന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. രവിയണ്ണൻ എന്തിനാ ഇത്ര പേടിക്കുന്നത്? സ്വന്തം ഭാര്യയെ എടീന്ന് വിളിക്കുന്നത് ഒരു തപ്പേ അല്ല. എന്നാലും ഞാൻ അങ്ങനെയൊന്നും വിളിക്കാറില്ല. അത് മതിക്കാണ് ഇഷ്ടമല്ല. അതിന്റെ പേരില് ചിലപ്പോ ഒരാഴ്ചയൊക്കെ പിണങ്ങി ഇരുന്ന് കളയുന്നേ. അങ്ങനെ പിണങ്ങിയാ പിണങ്ങണ്ട രവിയണ്ണ. മലയാളത്തിലെ ഒരു പ്രോവർബ് ഇருக்கு, തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കി അതങ്ങ് പോട്ടേന്ന്. അയ്യോ, മതിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല മയിലമ്മേ. മതികളാക്കാവോടെ പണം ഇല്ലാമ രവിയണ്ണനെ ജീവിക്കാൻ പറ്റത്തില്ല. അതല്ലേ സത്യം? അത് അങ്ങനൊന്നുമല്ല. അങ്ങനെ തന്നെയാ. രവിയണ്ണൻ ഇങ്ങനെ മേലനങ്ങാതെ സുഖിച്ച് ജീവിക്കണം. ഭാര്യ എന്ത് പറഞ്ഞാലും എത്ര അപമാനിച്ചാലും രവിയണ്ണന് അവങ്ങളോട് പണം താ മുഖ്യം. മയിലമ്മേ, ഇങ്ങനൊന്നും പറയാതെ. അങ്ങനെ തന്നെ പറയും. രവിയണ്ണ സ്വന്തമായൊരു ജോലി കണ്ടുപിടിക്ക. കാർ ഓടിക്കാൻ ഞാൻ പഠിപ്പിക്കുമല്ലോ. അപ്പോ ഒരു കാർ മേടിച്ച് ടാക്സി ആയിട്ട് ഓടിക്കും. അയ്യേ, ഞാൻ കാർ ഓടിക്കാനാ? എന്തോന്ന് അയ്യോ, കാർ ഓടിക്കുന്നത് കുറഞ്ഞ ജോലിയാ? ജോലിക്ക് വലിപ്പം ചെറുപ്പം ഒന്നുമില്ല രവിയണ്ണ. എല്ലാ വേലയ്ക്കും അതിൻ്റെതായ അന്തസ്സിருக்கு. ഒരു പ്രാർത്ഥന പോലെ നമ്മളത് ചെയ്യണമെന്ന് മാത്രം. എന്തായാലും രവിയണ്ണനൊന്ന് ആലോചിക്കേ. ഞാൻ നേരത്തെയും ഇതിനെക്കുറിച്ച് പറഞ്ഞതാണല്ലോ. തൽക്കാലം നമുക്ക് പോവാം. വണ്ടി കയറി.
മതിയുടെ അമ്മ. അതിന് രവിയണ്ണൻ എന്തിനാ ഭയപ്പെടുന്നത്? സത്യം പറഞ്ഞ എനിക്ക് അവരെ ഭയവാ. ഇത് മതി അറിഞ്ഞ എന്റെ ദൈവമേ വലിയ പ്രശ്നമാവും. നോക്കിക്കോ രവിയണ്ണാ, നീങ്ക ഒരു പുരുഷൻ. ഭാര്യയോട് സ്നേഹം വേണം, ഭാര്യയുടെ അമ്മോട് ബഹുമാനവും വേണം. പക്ഷേ അവരെങ്ങനെ ഭയപ്പെടുന്ന എന്തിനാ? ആന്റി കണ്ടോ, നമ്മൾ ഇറങ്ങി ഇത്ര നേരമായിട്ടും രണ്ടും വണ്ടിക്കകത്തിന് ഇരിക്കുന്നത്. ആന്റിയുടെ മരുമോന് ശകലം ബഹുമാനങ്ങളുണ്ടോ ആന്റിയോട്? ഇല്ലെന്ന് തെളിഞ്ഞില്ല ഇപ്പോ. കാണിച്ചു കൊടുക്കാൻ ഞാൻ അവനെ. നന്ദി കെട്ടവൻ. ഇറങ്ങടാ ഇങ്ങോട്ട്, ഇറങ്ങാൻ. എന്താടാ നിനക്ക് ഈ പാണ്ടി പെണ്ണുമായിട്ട് ഇടപാട്? എന്റെ മോളെ ചതിക്കാണല്ലേ നീ? അമ്മ, നീങ്ക കാര്യം അറിയാതെ പേസാതെ. ആരാടി നിന്റെ അമ്മ? തമിഴ്നാട്ടിൽ ഏതോ ഒരു കുതിരക്കാരനുണ്ടായി. നീ എങ്ങനെയാടി എന്നെ പോലെ അപ്പർ ക്ലാസ്സിൽപ്പെട്ട ഒരാളെ അമ്മാന്ന് വിളിക്കുന്നത്? അമ്മ, ആണ്ടവന്റെ മുന്നിൽ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് ഒന്നുമില്ല. എല്ലാവരും മനുഷ്യങ്ക. അവളോതാ. ഞാനേ രവിയണ്ണനെ ഡ്രൈവിംഗ് പഠിപ്പിക്കായിരുന്നു. അതെ അമ്മേ, മൈലമ്മ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയായിരുന്നു. അവന്റെ ഒരു മൈലമ്മ. നിനക്ക് നാണമില്ലടാ ഇത് പറയാൻ? ലോകത്തെങ്ങും വേറെ ഡ്രൈവിംഗ് സ്കൂൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഇവിടെ ചേലത്തുമ്പം പിടിച്ചിറങ്ങിയത് പഠിക്കാനായിട്ട്? ആന്റി, ഇത് ഡ്രൈവിംഗ് പഠിത്തമൊന്നല്ല, വേറെ വൃത്തിയായിട്ട് ഇടപാടാ. നമ്മുടെ മതി ചതിച്ചു, അവളുടെ ജീവിതവും പോയി. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടും, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അവൻ ആവശ്യമുള്ള കാര്യം തന്നെയാ പറയുന്നത്. ഇവന്റെ മുറപ്പെണ്ണ മതികല. നിന്നെ പോലെ ആണും പെണ്ണും കെട്ടവൻ ഇടയ്ക്ക് വന്ന് കയറിയില്ലായിരുന്നെങ്കിലേ ഇപ്പൊ എന്റെ മോൾ ഇവന്റെ ഭാര്യയായിരുന്നേനെ. അറിയോ നിനക്ക്? കൊഞ്ചം മര്യാദയോ പേസുങ്ക. ഒരു പുരുഷനോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? പോടി അവിടുന്ന്. ഞാൻ എന്റെ ഭർത്താവിനോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല, പിന്നല്ലേ ഈ ഭർത്താവ് ഉദ്യോഗസ്ഥനോട്. മാണിക്യമംഗലത്തുകാര് വില കൊടുത്തു വാങ്ങിച്ച മുന്തിയ ഇനത്തിൽപ്പെട്ട നായെ പോലെ ഞാനിവനെ കണ്ടിട്ടുള്ളൂ. ഇവന്റെ കഴുത്തിലെ തുടരന്റെ ഒരറ്റം എന്റെയും എന്റെ മോളുടെയും കയ്യിൽ തന്നെ ആയിരിക്കും. നിർത്തുക. ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. പറഞ്ഞ നീ എന്ത് ചെയ്യടി നാട്ടിക്കാരി? നീ ആരാ? പുരിച്ചു തലവിയോ? ആണുങ്ങളെ വലവിശി പിടിക്കാനിറങ്ങിയ തമിഴ്നാട് യക്ഷി. ഇവനെയും കൊണ്ട് ഊരു ചുറ്റിട്ട് നമ്മുടെ മാണിക്യമംഗലത്തെ കാശടിച്ച് മാറ്റല്ലേ ലക്ഷ്യം? ആവശ്യമില്ലാത്തത് പറയരുത്. പറഞ്ഞ നീ എന്ത് ചെയ്യടി തട്ടിപ്പേരി കള്ളി? നിക്കട അവിടെ. പൊമ്പള മേല കൈവച്ചാ വകുപ്പ് എണ്ണ തരുമാ? നിങ്ങൾക്കും കൂടി ചേർത്താ ഇവന് കൊടുത്തിട്ടുള്ളത്. ഇത്തരം വളർത്തു നായകളെ കൂടെ കൊണ്ട് നടക്കുമ്പോ മര്യാദ കൂടെ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ വീട്ടിൽ ഒരു വാഴയില കൂടെ വെട്ടി വിരിച്ചിട്ട് വേണം വരാൻ. രവിയണ്ണൻ കയറി നമുക്ക് പോ. നീ പൊയ്ക്കോടാ, ഞാനിനി അങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കി സംസാരം വയലോരം വീട്ടിൽ വെച്ച് കേട്ടോടാ. വാടാ ഇങ്ങോട്ട്. രവിയണ്ണ, നിങ്ങൾ ഈ രാത്രി മുറ്റത്ത് വന്ന് ഇടം വല്ലം ചവിട്ടുന്ന എന്തിനാ മനുഷ്യ? സത്യം പറയും, എന്തോ പ്രശ്നം ഉണ്ടായില്ലേ? അമ്മ വിളിച്ചെന്നോട് പറഞ്ഞായിരുന്നു. എന്താണെന്ന് ഞാൻ ചോദിച്ചതാ. നേരിട്ട് വന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞോ, അതാ നിങ്ങൾക്ക് നല്ലത്. എന്താണെന്ന് ഇപ്പോ മതിയുടെ അമ്മ വരികയല്ലേ, അന്നേരം അമ്മയുടെ വായിന്ന് അങ്ങ് കേട്ടാ മതി. ഇപ്പൊ നിങ്ങളുടെ നാക്കിനൊക്കെ നല്ലതുപോലെ ബലം വന്ന് തുടങ്ങിയല്ലോ. അപ്പോ രണ്ടും കൽപ്പിച്ചു തന്നെ ആണല്ലേ നിൽപ്പ്. ശരിടാ, ഇങ്ങനെ ചുറ്റും നടന്ന് ചോദ്യം ചെയ്യാൻ മാത്രമുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മതി. നിങ്ങൾ എന്ത് ചെയ്തു ആദ്യം പറ. എന്നാലല്ലേ അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റൂ. അങ്ങനെ പറയാൻ മാത്രം കാര്യമൊന്നുമില്ല. എന്നു മുതലാ നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റാത്ത രഹസ്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്? അതെനിക്കൊന്ന് അറിയണമല്ലോ. എന്റെ പൊന്നു മതി, ദൈവത്തെ ഓർത്തിച്ചിരി മനസ്സമാധാനം താ, ജീവിക്കാൻ സമ്മതിക്കേ. നിങ്ങൾ നിന്ന് രാമായണം വായിക്കുന്ന എന്തിനാ? നിങ്ങളും സഞ്ജുവും എന്റെ അമ്മയുമായിട്ട് ഇന്ന് നടു റോഡിൽ വെച്ച് പ്രശ്നം ഉണ്ടായെന്ന് അമ്മ പറഞ്ഞു. അതിന്റെ കാരണം പറഞ്ഞില്ല. ആ കാരണം എന്താണെന്ന് പറഞ്ഞാ മതി, അത്രേ ഉള്ളൂ. അത് പിന്നെ എന്താ അമ്മേ, എന്താ പ്രശ്നം? എന്താ ഈ രാത്രിയിൽ ഇങ്ങനെ? എന്താന്ന് ഇവൻ പറഞ്ഞില്ലേ, ഈ നാണം കെട്ടവൻ, നന്ദി കെട്ടവൻ. ഇല്ല, ഇങ്ങനെ എന്ത് ചോദിച്ചിട്ടും മിണ്ടുന്നില്ല. വായില് വെള്ളം ഒഴിച്ചതുപോലെ ഒരു നിൽപ്പാ.
എന്താ കാര്യമെന്ന് അമ്മ വന്നിട്ട് പറയൂന്നു. ഞാൻ പറയാവിടി. അയ്യോ ദേ തവളഭൂതം. ദേ പെണ്ണെ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ കേറി ഇരട്ടപ്പേര് വിളിക്കരുതെന്ന്. അമ്മേ, അമ്മ അവളോട് സംസാരിച്ചോണ്ട് നിൽക്കാതെ കാര്യം പറ. ഇവൻ എന്താ ചെയ്തതെന്നറിയാമോ? എന്താ രവി, എന്താ കലമോളെ? ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പല പ്രശ്നങ്ങൾ കാണും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. അങ്ങനെയല്ലല്ലോ, ഒരു വീടിന്റെ ഉമ്മറത്ത് കിടന്ന് ആരെങ്കിലും ബഹളം വെക്കുമ്പോ അതോ ഈ രാത്രിയില്, അപ്പോ കാര്യം എന്താണെന്ന് അറിയണമല്ലോ. ഇവിടെ ഞാൻ വരുമ്പോഴും ഞാനും ബാലേട്ടനും കൂടെ സംസാരിക്കുമ്പോഴും കലമോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇതൊരു കുടുംബമാണ്, കുടുംബത്തിലെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇവിടെ ഇപ്പോ കലമോളുടെ അമ്മ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നതേ എനിക്കൊരല്പം ബുദ്ധിമുട്ട് തന്നെയാ. അപ്പോ കാര്യം എന്താണെന്ന് എനിക്കറിയണം. ഞാൻ ഇവിടെ ഉറഞ്ഞു തുള്ളും, തല കുത്തി നടക്കുകയും ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാടി? എന്റെ മകൾക്ക് അവകാശപ്പെട്ട വീട്ടിൽ വന്നാ ഞാൻ സംസാരിക്കുന്നത്. സംസാരിച്ചോ, പക്ഷേ ഇവിടെ ബഹളം പാടില്ല. ബാക്കിയുള്ളവർക്കേ ചെവി കേക്കണം. ഞാൻ ബഹളം വെക്കുവടി. നിങ്ങൾക്ക് പണ്ട് മീൻ കച്ചവടമായിരുന്നോ അമ്മേ? അയ്യോ, നമ്മുടെ കോവാരഞ്ചേട്ടന്റെ പറ്റിയെ ഓലാകൂന്നോലുണ്ടല്ലേ വലിയ പെണ്ണെ, അമ്മേ ഒന്ന് നിർത്ത്. അമ്മയോട് ഞാൻ കാര്യം പറയാൻ പറഞ്ഞു. അപ്പൊ രവിക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? ഇപ്പൊ ആര് പറഞ്ഞാലും മതി അറിഞ്ഞാ പോരെ. എന്നാ ഞാൻ പറയാം. ഞാൻ വന്നപ്പോഴേ നടു റോഡിൽ ഡ്രൈവിംഗ് പഠിക്കുന്നു. ഡ്രൈവിംഗ് പഠിക്കുന്നോ? ഞാൻ അറിയാതെ ഇങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാനും പോയോ? അവൻ ഡ്രൈവിംഗ് പഠിക്കോ പഠിക്കാതിരിക്കോ ചെയ്യട്ടെ. അവനിപ്പൊ പഠിപ്പിക്കുന്ന ഗുരുവാരാന്നറിയുവോ? ആരാ? ഇവിടുത്തെ പാണ്ടിപ്പെണ്ണ് മൈലമ്മ. എന്തിയെ അവള്, ആ മൈലമ്മ? അവള് വന്നില്ല. അഴിഞ്ഞാടി നടക്കുന്നവൾക്ക് പിന്നെ രാവും പകലും ഒരുപോലെയല്ലേ? നിങ്ങൾ അനാവശ്യം പറയരുത്. നേരാണോ മനുഷ്യ? നേരാണോന്ന്? നിങ്ങൾ അവളുടെ കൂടെ പോയി ഡ്രൈവിംഗ് പഠിച്ചോ? അത് അല്ല മതി, ഞാൻ പഠിക്കാൻ പോയതല്ല. ഞാൻ വെറുതെ റോഡിലൂടെ പോയപ്പോ മയിലവിടെ കാറുമായിട്ട് നിൽക്കുന്നു. ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോ കാർ ഓടിക്കാൻ പഠിക്കുന്നു ചോദിച്ചു. എന്നിട്ട് നിങ്ങൾ അങ്ങ് പഠിച്ചു. നാണമില്ലാത്ത മനുഷ്യൻ. അത് മാത്രമല്ലടി, അത് ചോദ്യം ചെയ്ത സഞ്ജുവിനെ അവൾ അടിച്ചു. അത് കണ്ടുകൊണ്ട് ഇവൻ നിന്നു. എടാ സഞ്ജു, നിന്നെ അവള് തല്ലിയെന്നോ? നീ തിരിച്ചല്ലില്ലേടാ? എനിക്ക് തല്ലാൻ അറിഞ്ഞിട്ടല്ല, മതിയോട് ചോദിച്ചിട്ടാവെന്ന് കരുതി. കാണണോ? വേണമെങ്കിൽ ദാ ഇപ്പോ ഇവിടെ വെച്ച് മതിയുടെ ഭർത്താവിന് അടി കൊടുക്കും. വേണോ മതി? വേണോന്ന്? വളരെ സ്നേഹത്തിലും വിനയത്തിലും ഒരു കാര്യം പറഞ്ഞേക്കാം. രവി മതികളുടെ ഭർത്താവാ, പക്ഷേ എനിക്കും ബാലേട്ടനും ഞങ്ങളുടെ അനിയനാ. ഇവിടെ വെച്ച് രവിയെ ആരും ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ കയറി സംസാരിക്കല്ലേ. സഞ്ജു രവിയേട്ടനിട്ട് ഒന്ന് കൊടുക്കണോന്ന് തീരുമാനിച്ചാ കൊടുത്തിരിക്കും. കാരണം ഇവ മാണിക്യമംഗലത്തെ ചോരയാ. വയലോരം വീട്ടിലെ ചോരയും അത്ര മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, വയലോരം വീട്ടിലെ ചോകര നല്ല ചോകരയാ, നല്ല പച്ച നിറമുള്ള ചോകര. എന്റെ കുഞ്ഞേട്ടനിട്ടല്ലേ ഞാനും തല്ലും. മേടിച്ചേ. എന്നാ അതൊന്ന് കാണണമല്ലോ. നീ എന്ത് ചെയ്യൂടി? സഞ്ജു, ഇങ്ങോട്ട് കയറി വാ. എന്ത് സംഭവിക്കുമെന്നൊന്ന് കാണണമല്ലോ. എന്താടാ, നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ അടിച്ചെടുത്ത് കെട്ടിയതും പോരാ, എന്നിട്ടിപ്പോ അവൾ ചതിക്കാൻ നോക്കുന്നോ? അവൾക്കാരും ചോദിക്കാനെന്ന് കരുതിയോ? എന്റെ മുറപ്പെണ്ണാ മതിയല്ല, അതറിയാലോ. ഇപ്പൊ ഞാൻ വിളിച്ചാലും അവൾ ഇറങ്ങി വരും. നീ ഒറ്റയൊരുത്തൻ ഇങ്ങനെ നെടുന്തൂണ് പോലെ തടസ്സമായി നിൽക്കുന്നോണ്ടാ. മറ്റവള് തല്ലിയപ്പോ നീ നോക്കി നിന്നില്ലേ? ഇപ്പോ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തല്ലിയാ നീ തിരിച്ചല്ലോ. തല്ലോടാ, തല്ലോന്ന്. സഞ്ജു വേണ്ട, വെറുതെ നീ പ്രശ്നമാക്കണ്ട. പ്രശ്നമാക്കണ്ടെന്നോ? പ്രശ്നമാക്കി എനിക്കെന്താടാ? എനിക്കൊരു പിണ്ണാക്കൂലടാ. നിനക്കെന്തും ചെയ്യാൻ പറ്റും ചെയ്യടാ. ചെയ്യടാ, നീ ചെയ്യാൻ ചെയ്യടാ. നീ ചെയ്യടാ, ചെയ്യടാ. സൂപ്പർ സൂപ്പർ. എന്റെ കുഞ്ഞേട്ട കാലക്ക്. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങളുടെ മകളെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, നുള്ളി നോവിച്ചിട്ടില്ല. അവളെ എനിക്ക് ഇഷ്ടമാ എന്ന് കരുതി ഇവനെയും കൊണ്ട് എന്നെ വെല്ലുവിളിക്കാൻ വന്നേക്കരുത്. കണ്ടല്ലോട് നിന്റെ ഭർത്താവിന്റെ ശൗര്യം. ഇവൻ ഈ ധൈര്യം കൊടുക്കുന്നത് ആരാന്നറിയോ? അവളാ.
ആ തമിഴത്തി. നീ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ പൊന്നു മോളെ നീ വീട്ടിൽ വന്ന് നിന്ന് കരയും. വാടാ നാണം കെട്ടവനെ. ഇവിടുന്ന് കിട്ടിയില്ലേ, ഇനി ഇപ്പൊ പോകാം, വാ. ഏയ്, കുട്ടിമണി ഏ? പോ. കുഞ്ഞേട്ടാ, സൂപ്പറാണ്, സൂപ്പർ. സൂപ്പർ കുഞ്ഞേട്ടാ. ആ രവി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നോടാണോ? ഇവിടെ ഇപ്പോ നീ ഞാനും മാത്രമല്ലേ ഉള്ളൂ. എന്നാന്ന് വെച്ചാ പറഞ്ഞു, ഞാൻ കേട്ടോളാം. നീ അങ്ങനെ ബുദ്ധിമുട്ടി കേൾക്കണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേട്ട് ഉൾക്കൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ചൊരു തീരുമാനത്തിലെത്തേണ്ടതാ. തീരുമാനത്തിലെത്താനോ? എന്താ? ഞാൻ പറയാം, പക്ഷേ അതിവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം. പുറത്തോ? ബാലൻ എന്താ ഈ പറയുന്നേ? നമ്മളിപ്പോ നമ്മുടെ വീട്ടിലല്ലേ നിൽക്കുന്നേ, അപ്പൊ പിന്നെ ഇവിടെ ഒന്ന് സംസാരിക്കാമല്ലോ. ഇവിടെ വെച്ച് കേൾക്കാവുന്ന കാര്യം മാത്രം എന്നോട് പറഞ്ഞാൽ മതി. ഇനി ബാലേട്ടന്റെ കാര്യം കേൾക്കാനായിട്ട് ഞാൻ ഒരുങ്ങി പുറത്തോട്ട് വരണോ? പുറത്തു വെച്ച് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമെന്ന് കരുതിയാൽ മതി. വീട്ടിൽ വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ വേണ്ട, അത് ശരിയാവില്ല. അതെന്താ ശരിയാവത്തെന്നാ ഞാൻ ചോദിച്ചത്. പണ്ടത്തെ പോലെ റോഡിൽ ചെന്ന് കിടന്ന് ഗുസ്തി പിടിക്കാനാണോ? അതിനാണെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. വയലോരം വീട്ടിലെയാണ് ഞാനെന്ന് പുറത്ത് പറയുന്നതും അങ്ങനെ പുറത്തുള്ളവർ കാണുന്നത് പോലും എനിക്ക് നാണക്കേടാ. എന്തു പറ്റി? വയലോരം വീട്ടിലെ മണ്ണിലല്ലേ നീ ജനിച്ചതും പിച്ചു വെച്ച് നടന്നതും ഒക്കെ. ഇവിടുത്തെ ചോറ് കഴിച്ചല്ലേ നിനക്ക് ഈ തടി വെച്ചത്. അല്ലാതെ ഇന്നലെ നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് ഉരുളയല്ലല്ലോ ഈ തടിക്ക് പിന്നില്. ഈ സംസാരമാണ് എനിക്ക് പിടിക്കാത്തത്. എന്റെ ഭാര്യ വീട്ടുകാർക്ക് 10 പുത്തനുണ്ടായി പോയതിൽ ബാലേട്ടൻ എന്താ? എടാ, ഞാൻ സംസാരിച്ചു കഴിയുമ്പോൾ നിന്റെ ഈ ചിന്താഗതിയും വാദവും ഒക്കെ മാറും. ഭാര്യ വീട്ടിൽ നിന്ന് എന്തൊക്കെ വെട്ടി വിഴുങ്ങിയിട്ടുണ്ടോ അതൊക്കെ തിരിച്ചു തികട്ടും. ഓ, അപ്പൊ എന്നെ എന്റെ ഭാര്യ വീട്ടുകാരൻ തമ്മിൽ തെറ്റിക്കാനുള്ള എന്തോ ഒരു കാര്യമാണ്. നിന്നെ നിന്റെ ഭാര്യ വീട്ടുകാരൻ തെറ്റിക്കേണ്ട കാര്യം എനിക്കെന്താ? എന്തൊക്കെയായാലും എന്നൊക്കെയായാലും നിങ്ങളൊക്കെ ബന്ധുക്കൾ. അവിടെ ഈ ബാലചന്ദ്രൻ എന്തുവാ? എനിക്ക് പറയാനുള്ളത് നിന്നോടാ. വയലോരം വീട്ടിലെ ബാലചന്ദ്രന്റെ അനിയൻ രവിചന്ദ്രനോട്. നിന്റെ ഭാവി ഓർത്തട്ടാ. എന്റെ ഭാവിയെ പറ്റിയുള്ള ബാലേട്ടന്റെ ഉത്കണ്ഠയെക്കുറിച്ചൊന്നും പറയണ്ട, അത് അവിടെ നിൽക്കട്ടെ. പിന്നെ എനിക്ക് ഊഹിക്കാൻ പറ്റും ബാലേട്ടൻ ഇപ്പൊ എന്താ പറയാനുള്ളതെന്ന്. അന്നാ നീ ഒന്ന് ഊഹിക്കും. ഊഹിച്ച് പറയാന്താണെന്ന്. ഈ വീടിന്റെ ഭാഗം വെപ്പിനെ പറ്റിയല്ലേ? അതിപ്പോ അങ്ങനെ ഭാഗം വെക്കാനായിട്ട് പറ്റുമോ? ഇളയാൾക്കല്ലേ വീടിന്റെ അവകാശം വരുന്നത്. വീടിന്റെ അവകാശം ചോദിക്കാനൊന്നും അല്ല. ബാലേട്ടൻ ഒരു അവകാശവും വേണ്ട. ഓ, നീ വേണമെങ്കിൽ ഇത് മൊത്തം എടുത്തോ. ആ തെക്കേറ്റത്തെ പറമ്പില് 1 6 അടി മണ്ണ് മാറ്റിയിട്ടാ മതി എന്നെ കുഴിച്ചിടാനായിട്ട്. അല്ലാതെ എനിക്കൊന്നും വേണ്ട. രവി, നിന്റെ ജീവിതം ഒരു അപകടത്തിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിന്നെ അറിയിക്കണം, അത് നീ കേൾക്കണം. അതുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരണം. എന്റെ ജീവിതം അപകടത്തിലേക്കാണെന്നോ? അതെ, നീ പുറത്തു വാ, അവിടെ വെച്ച് പറയാം. മതിയെന്താ ആലോചിച്ചിരിക്കുന്നേ? അമ്മയും മുറച്ചെറുക്കനൊക്കെ വിളിച്ചു വരുത്തി ഇനി അടുത്ത വഴക്കുണ്ടാക്കുന്നതിനെ പറ്റിയാണോ? ഞാൻ രവിയേട്ടന്റെ കാര്യത്തിൽ വളരെ പോസസീവ് ആണെന്ന് രവിയേട്ടൻ അറിയത്തില്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ അതൊന്നും അല്ല ഓർക്കുന്നത്. ഞാൻ കാരണം എന്റെ രവിയേട്ടന് വിഷമായല്ലേ? രവിയേട്ടന് ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞ പോരെ? പുറത്ത് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ നമുക്ക് പൊക്കൂടെ? എന്തിനാ വെറുതെ മൈലമ്മയുടെ കൂടെ കാർ ഓടിക്കാൻ പഠിക്കാൻ പോയത്? അതാർക്കെങ്കിലും സഹിക്കൂ? ലോകത്തിൽ ഏതെങ്കിലും ഭാര്യമാര് സഹിക്കൂ? സ്വന്തം ഭർത്താവിനോട് ഏതെങ്കിലും പെണ്ണ് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്നത്? അത് മതി പറയുമ്പം അതെന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു തെറ്റാ. മൈലമ്മ അങ്ങനെ പറഞ്ഞു. ഞാനോർത്ത് ഛേദമില്ലാത്തൊരു കാര്യമല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് കാശും പോകത്തില്ല, അതുകൊണ്ട് ചെയ്തതാ.
പക്ഷേ മതിയുടെ അമ്മയും സഞ്ജുവൊക്കെ അത് വലിയ ബഹളമാക്കിയത് എന്തിനാണെന്നാ. സഞ്ജുവിന്റെ പെരുമാറ്റമൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് അവൻ എന്റെ ഇന്ന് മേടിച്ചുകൊണ്ട് പോയത്. എനിക്കതിൽ ഒരു പരാതിയില്ല രവിയേട്ടാ. എന്റെ പുരുഷന്റെ കരുത്തില് സന്തോഷമേ ഉള്ളൂ, അഭിമാനേ തോന്നിയിട്ടുള്ളൂ. ആ ഉം, ആ പക്ഷെ അന്നേരം മതിയുടെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതൊക്കെ പിന്നെ എന്റെ അഭിനയമല്ലേ. എന്റെ വീട്ടുകാരുടെ മുമ്പിൽ എനിക്ക് അങ്ങനെ നിക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടൂ. അതല്ല, ഞാൻ എന്റെ ഭർത്താവാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് എന്റെ വീട്ടുകാരോട് യുദ്ധം ചെയ്തു നിന്നാ അവരെന്തു പറയും? എന്തോന്ന് പറയും രവിയേട്ടാ? ആ അതൊന്നും എനിക്കറിയത്തില്ല. അവര് പറയും, ഇനി നിനക്ക് വേണ്ടത് നീ നിന്റെ ഭർത്താവും കൂടെ സ്വന്തമായിട്ടങ്ങ് ഉണ്ടാക്കിക്കോന്ന്. പിന്നെ അവിടുന്ന് നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ? ഈ തല്ലിപ്പൊളി സഞ്ജുവൊക്കെ അവിടെ കയറി എല്ലാം ഊറ്റിയെടുത്തോണ്ട് പോവുകയും ചെയ്യും. ആ ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. രവിയേട്ടൻ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. രവിയേട്ടനൊരു കാര്യം ശ്രദ്ധിച്ചോ? രവിയേട്ടനോട് ബാലേട്ടൻ വന്ന് പറഞ്ഞത് എന്താ? ഏട്ടനെന്ത് പറഞ്ഞു? എന്നെ ഒന്ന് കാണണം, പേഴ്സണലായിട്ട് സംസാരിക്കണം. ആ പേഴ്സണലായിട്ട് സംസാരിക്കുന്നതിൽ ഒരു അപകടമുണ്ട്. എന്താ അപകടം? ഞാൻ രവിയേട്ടനോട് പറയുന്നില്ലെന്നേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിനകത്തൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതിയ. ബാലേട്ടൻ എന്നെ അനിയത്തിയെന്നും കലമോളെന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ബാലേട്ടന് എന്നോടുള്ള പെരുമാറ്റത്തിൽ ഒരു അത്ര ശരിയല്ലാത്തൊരു പെരുമാറ്റം വന്നിട്ടുണ്ട്. ബാലേട്ടനോ? ഇല്ല, അത് മാത്രം ഞാൻ വിശ്വസിക്കില്ല. ഇതാ ഞാൻ പറഞ്ഞത്, എന്നെ ആരും വിശ്വസിക്കത്തില്ല. ഞാൻ രവിയേട്ടനോട് ഇത് പറയുമെന്ന് ബാലേട്ടനോട് പറയുകയും ചെയ്തു. എന്നോട് കൂടുതൽ അധികാരം കാണിക്കുന്നതും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്നതും ഒക്കെ അത് മുൻകൂർ തടയിടാനാ പേഴ്സണലായിട്ട് രവിയേട്ടനെ കാണണമെന്ന് പറഞ്ഞത്. നോക്കിക്കോ, രവിയേട്ടനോട് ബാലേട്ടൻ പറയാൻ പോകുന്നു. നോക്കിക്കോ, എന്റെ സ്വഭാവം ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ രവിയേട്ടൻ കരുതുന്ന പോലെ അല്ല, ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയാനായിരിക്കും. അങ്ങനെ പറയൂ? എന്റെ രവിയേട്ടൻ പാവോ, എന്റെ രവിയേട്ടൻ ശുദ്ധനാ, നിഷ്കളങ്കനാ. അതുകൊണ്ടാ രവിയേട്ടൻ എല്ലാരെ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലൊന്നും അല്ല രവിയേട്ടൻ ആളുകള്. ബാലേട്ടന്റെ കുടുംബമോ തകർന്നു, ഇനി നമ്മുടേത് കൂടി തകരട്ടെ എന്നാവും ഉള്ളിലിരിപ്പ്. അല്ലെങ്കിൽ സ്വന്തം വലിയേട്ടനെ പോലെ ഞാൻ കാണുന്ന ആള് എന്റെ മോശമായിട്ട് നോക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യൂ. ഞാനിപ്പോ തന്നെ പോയി ചോദിക്കട്ടെ അയാളോട്. വേണ്ട വേണ്ട, ചോദിക്കാനൊന്നും പോണ്ട. എന്താ പറയാൻ പോകുന്നതെന്നൊന്ന് കേക്കണം. ആദ്യം അയാളുടെ തനി നിറം മനസ്സിലാക്കണം, എന്നിട്ട് മതി ബാക്കി. എന്തായാലും അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കട്ടെ. നമ്മൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എന്നോട് എന്താ പറയാനുള്ളതെന്ന് ഇതുവരെ ബാലേട്ടൻ പറഞ്ഞില്ല. നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ എനിക്കതിന് തരാൻ തെളിവുകളൊന്നുമില്ല. എന്റെ കുറച്ച് തോന്നലുകളും എനിക്ക് കിട്ടിയ ചില വിവരങ്ങളും ചില സംശയങ്ങളും ഒക്കെയാണെന്ന് വെച്ചോ. ഊഹങ്ങളും സംശയങ്ങളൊക്കെ പറയാൻ ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നോ? വീട്ടിൽ വെച്ച് പറയാൻ മേലായിരുന്നോ? വീട്ടിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവത്തില്ല, അതാ പുറത്തേക്ക് വന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാൽ ബാലേട്ടൻ പറ, എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതാ. നീ എങ്ങോട്ടാ ധൃതിപ്പെട്ട് പോകുന്നത്? വീട്ടിലേക്ക് തന്നെയല്ലേ? ആ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഒന്നും അറിയാത്ത പൊട്ടനെ പോലെ നീ ആ വീട്ടിൽ ജീവിച്ചിട്ട് കാര്യമില്ല. പൊട്ടനെ പോലെ ജീവിക്കുന്നോ? ബാലേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് നിന്റെ ഭാര്യയെക്കുറിച്ച് എന്തറിയാം? അതുകൊണ്ട് എന്റെ ഭാര്യയെക്കുറിച്ച് എനിക്കറിയത്തില്ലെന്ന്. എന്റെ ഭാര്യ മാണിക്യമംഗലത്ത് മഹാദേവൻ തമ്പിയുടെയും ജലജകുമാരിയുടെയും മകളാണ്. കോടീശ്വരിയാണ്, മിടിമിടുക്കിയാണ്, നിന്നെ നിയന്ത്രിക്കുന്നവളാ, നിന്നെ സമ്പന്നനാക്കിയവളുവാ. ഇതൊക്കെയല്ലേ അറിയൂ? ഇതല്ലാതെ എന്തെങ്കിലും നിനക്ക് അവളെ പറ്റി അറിയോ? ഇതല്ലാതെ എന്തറിയാ? എന്റെ ഭാര്യയെപ്പറ്റി ഇതിൽ കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല. അറിയണം. നിന്റെ ഭാര്യ എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു, ആരെ വിളിക്കുന്നു, ആരെയൊക്കെ കാണുന്നു, എന്താണ് അവൾ ചെയ്യുന്നത്, എന്താണ് അവളുടെ വഴി എന്നതൊക്കെ നീ അറിയണം. ഇതൊന്നും അറിയാതിരുന്നിട്ടും കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ലാന്ന് നിന്റെ തോന്നലാ. ബാലേട്ടൻ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. എന്റെ ഭാര്യയുടെ കുറ്റം പറയാനായിട്ടാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്?
എടാ രവി, കുറ്റമല്ല. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും വഴക്കടിച്ചാലും നീ എന്റെ അനിയനാ. എന്റെ ഈ കൈവിരലിൽ തൂങ്ങി ചുവടുറപ്പിച്ച് നടക്കാൻ പഠിച്ചവൻ, സ്വന്തം കൂടപ്പിറപ്പ്. നിനക്ക് ദോഷം വരുന്നതൊന്നും ഞാൻ ചിന്തിക്കുക പോലുമില്ല. നീ ഓർക്കുന്നുണ്ടോ പണ്ടത്തെ നമ്മുടെ വീട്? അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോ അന്ന് എനിക്കും നിനക്കും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് നീ ഓർക്കുന്നുണ്ടോ? അന്ന് ബാലേട്ടൻ എന്തു പറഞ്ഞാലും നിനക്കത് വേദവാക്യമായിരുന്നു. എന്റെ വാക്കിനപ്പുറത്ത് നിനക്കൊന്നുമില്ലായിരുന്നു. എല്ലാ കാലത്തും അങ്ങനെ ഇരിക്കുമോ? അതിന് പറ്റുമോ? ഓരോ കാലത്തും മനുഷ്യനിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മാറ്റം എനിക്ക് മാത്രമല്ലല്ലോ, ബാലേട്ടനും മാറ്റം ഉണ്ടായിട്ടുണ്ട്. എടാ, ഞാൻ എങ്ങനെ മാറിയെന്നാ? എന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളുണ്ടായി. അതിന്റെ പുറകെ എനിക്ക് ഒഴുകേണ്ടി വന്നു, ഒരു കര കാണാൻ വേണ്ടി. അല്ലാതെ എനിക്ക് നിന്നോട് ഒരു സ്നേഹക്കുറവും തോന്നിയിട്ടില്ല. പിന്നെ നിന്റെ ഭാഗത്തു നിന്നും വരുന്ന തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, വഴക്കു പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. വഴക്ക് പറച്ചിലും വിമർശനവും മാത്രമേ ഉള്ളൂ എല്ലായിടത്തുനിന്നും. അല്ലാതെ മറ്റൊരു സഹായവും എനിക്കുണ്ടായിട്ടില്ല. എടാ, നന്ദി കെട്ട വർത്താനം പറയരുത്. 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി ഒരു മൺവെട്ടി എടുത്തുകൊണ്ട് ഞാൻ പാടത്തേക്ക് ഇറങ്ങിയത് ആർക്കു വേണ്ടിയാ? എനിക്ക് പഠിക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. ബാലം പൊട്ടനാ, മണ്ടനാ, ബുദ്ധിയില്ലാത്തവനാന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ പഠിച്ച ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് വാങ്ങി തന്നെയാ ഞാൻ പാസ്സായിട്ടുള്ളത്. 2 മക്കളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന അച്ഛനെ കണ്ടിട്ടാ നീ പഠിക്കട്ടെ എന്ന് കരുതി ഞാൻ എന്റെ പഠനം ഉപേക്ഷിച്ചത്. ഞാൻ പറഞ്ഞായിരുന്നു ബാലേട്ടനോട്, ഇനിയിപ്പോ പഴയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് എന്തിനാ? ഇതാ ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ എന്ത് ചെയ്താലും കണക്ക് വിളിച്ചു പറയുന്നു. കണക്കല്ല രവി, ചെയ്തു പോയ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അത് നീ മറന്നുപോയാ ഓർമ്മിപ്പിക്കേണ്ട ബാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. നിനക്ക് വേണ്ടി പഠനം നിർത്തി എന്റെ ജീവിതം ചേറുകണ്ടത്തിലിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല. നീ പഠിച്ചു, നല്ലൊരു ബന്ധം കിട്ടി, അതിലൊക്കെ സന്തോഷിക്കുന്നവനാ ഞാൻ. എന്നിട്ടാണോ ഇപ്പൊ എന്റെ മതിയുടെ കുറ്റം പറയുന്നത്? മതിയുടെ കുറ്റം പറഞ്ഞതല്ല, കുട്ടിമണിയെപ്പോലെ തന്നെ എന്റെ അനിയത്തിയാവളും. പക്ഷേ മതികലയ്ക്ക് നമ്മളറിയാത്ത ചില കണക്ഷൻസ് ഉണ്ട്, ചില രഹസ്യങ്ങളുണ്ട്. അത് നന്നായിട്ട് ഒളിപ്പിക്കുന്നുണ്ട്. അതിനവൾക്ക് അവളുടെ അമ്മയുടെ സപ്പോർട്ടുണ്ട്. ബാലേട്ടൻ ചുമ്മാ ആവശ്യമില്ലാത്തത് പറയരുത്. ആവശ്യമില്ലാത്തതല്ല, നീ തന്നെ ഒന്ന് അന്വേഷിച്ചു നോക്കും. അവളറിയാതെ നീ ഒന്ന് പിന്നാലെ സഞ്ചരിച്ചു നോക്കും. അത്രയ്ക്ക് നിലവാരമില്ലാത്തവനൊന്നും അല്ല ഞാൻ, ഭാര്യയുടെ രഹസ്യം കണ്ടുപിടിക്കാൻ പുറകെ നടക്കാനായിട്ട്. എടാ, ബാലേട്ടൻ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചിട്ടാ മറ്റുള്ളവരെയും കാണുന്നത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം. കാരണം പരിഹസിക്കാനും ചിരിക്കാനും നിന്റെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ബാലന്റെ ജീവിതത്തിൽ. അതൊക്കെ മാറ്റി നിർത്തി ഞാൻ പറയുക, മതികലയ്ക്ക് നീ അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്. അത് ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിത് പറയുന്നത് മതികല നാളെ ഒരു അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാ. അവളോടുള്ള ഇഷ്ടം കൊണ്ടാ. നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ. എൻ്റെ അനിയന്റെ ജീവിതം ഒരു ദുരന്തമാവാതിരിക്കാൻ വേണ്ടിയാ. എൻ്റെ രവി കരയാതിരിക്കാൻ വേണ്ടിയാ. രവി, നീ നിന്റെ കണ്ണുകൾ നന്നായി തുറന്നു പിടിക്കുക. എന്നിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നോക്കിക്കാണും. അന്നേരം മനസ്സിലാവും ബാലേട്ടൻ എന്താ പറഞ്ഞതെന്ന്. എൻ്റെ ജീവിതത്തിൽ മുള്ളുകൾ നിറഞ്ഞ വഴിയായിരുന്നു മുഴുവൻ. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാ. പക്ഷേ എൻ്റെ അനിയന്റെ ജീവിതത്തിൽ അതുണ്ടാവരുത്. നിന്റെ ജീവിതത്തിൽ കണ്ണീരിന്റെ കാലം ഉണ്ടാവരുതെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാ ബാലേട്ടൻ പറയുന്നത്. രവിയേട്ടൻ ഇതെവിടെ പോയതായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് ഫോണിൽ വിളിക്കുന്നു. ആ, ഫോൺ ഞാൻ ഓഫ്ലൈൻ മോഡിലിട്ടിരിക്കായിരുന്നു. ഓ, ഫോൺ ഓഫ്ലൈൻ മോഡ്. ജീവിതത്തിൽ എങ്ങനാ, ഓൺലൈനോ ഓഫ്ലൈനോ? മതിക്ക് എന്താ അറിയേണ്ടത്? നിങ്ങളിപ്പോ എവിടെ പോയിട്ട് വരുന്നു അത് പറ ആദ്യം. ഞാൻ എന്റെ ഏട്ടനെ കാണാനായിട്ട്. ആഹാ, അപ്പോ ഏട്ടനും അനിയനൊക്കെ പുറത്തു വെച്ച് രഹസ്യ സംസാരം തുടങ്ങിയല്ലേ? എന്നിട്ട് എന്തു പറഞ്ഞു ചേട്ടൻ? എന്നെ പറ്റി കൊറേ കുറ്റം പറഞ്ഞായിരിക്കും അല്ലേ? എന്താ രവിയേട്ടാ? മതി, നിന്നെ പറ്റി ആര് കുറ്റം പറഞ്ഞാലും രവിയേട്ടൻ വിശ്വസിക്കൂ? നീ എന്റെ പൊന്നല്ലേ. നീ പറഞ്ഞത് ശരി തന്നെ. എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ആളിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അയാളുടെ ജീവിതവും നശിച്ചു. ഇനി എന്റെ ജീവിതം കൂടി കുളം തോണ്ടുക എന്നുള്ളതാ. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാ എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ബാലേട്ടൻ എന്ത് പറഞ്ഞു പറ. ബാലേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു.
ഒക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തിനാ നിന്റെ മനസ്സ് കലക്കുന്നത്? അഹം, എന്റെ മനസ്സൊന്നും അങ്ങനെ കലങ്ങത്തില്ല രവിയേട്ട. എന്റെ രവിയേട്ടൻ എന്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ വേറെ ആരെ നോക്കാൻ, ആരുടെ വാക്ക് കേൾക്കാൻ, ആരുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ? എനിക്കെല്ലാം എന്റെ രവിയേട്ടനാ. എന്റെ ജീവനും ജീവിതവും എന്റെ ലോകവും എല്ലാം രവിയേട്ടനാ. പറ രവിയേട്ടാ, എന്താ ബാലേട്ടൻ പറഞ്ഞെന്ന് പറ. അല്ല, ഓരോരുത്തരുടെയും ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് അറിയാലോ. കേട്ടിട്ട് എന്റെ പൊന്ന് വിഷമിക്കൊന്നും ചെയ്യരുത്. ഇല്ല രവിയേട്ടാ, എന്റെ ചെക്കൻ പറഞ്ഞോ, ഞാൻ കേക്കട്ടെ. എന്നിട്ട് ബാലേട്ടനോട് വഴക്കിന് പോകാൻ വേണ്ടി നിൽക്കുകയാണോ? അയ്യോ ഇല്ലില്ല, ഞാൻ ആരോടും വഴക്കിന് പോകത്തില്ല. രവിയേട്ടൻ ആരോടും വഴക്ക് വേണ്ടെന്ന് പറഞ്ഞ പിന്നെ എനിക്കെന്താ? ഞാൻ ആരോടും ഒന്നിനും ഇല്ലെന്നേ. ബാലേട്ടൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് വെച്ചാല് നിന്നെ ഒന്ന് സൂക്ഷിക്കണമെന്ന്. ഞാൻ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങള് നിനക്കുണ്ടെന്ന്. ബാലേട്ടൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ ഭാവിയിൽ കരയാതിരിക്കാൻ വേണ്ടിയാണ്, എന്റെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ എന്റെ ചങ്കിനകത്ത് ഒരു കൊള്ളിയം മിന്നിയതുപോലെ പൊന്നെ എനിക്ക് തോന്നിയത്. എന്റെ പൊന്ന് എന്നെ ചതിക്കെന്ന് പറഞ്ഞാല്, എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ എന്റെ പൊന്നിനുണ്ടെന്ന് പറഞ്ഞാല്. എന്നിട്ട് രവിയേട്ടൻ അത് വിശ്വസിച്ചോ? വിശ്വസിച്ചോന്ന് ചോദിച്ചാ, സ്വന്തം ഭാര്യയെപ്പറ്റി, അതും അന്യനൊരാളല്ലല്ലോ പറഞ്ഞത്, എന്റെ സ്വന്തം ചേട്ടനല്ലേ. അപ്പൊ നിങ്ങൾ വിശ്വസിച്ചല്ലേ? അത്രേ ഉള്ളൂ നിങ്ങൾക്ക് കൂടെ കഴിയുന്ന എന്നിലുള്ള വിശ്വാസം അല്ലേ? നിങ്ങളുടെ ചേട്ടനാണെങ്കിലും അങ്ങേരൊരു അന്യപുരുഷനല്ലേ, അല്ലാതെ എന്റെ ആങ്ങളെയോ അച്ഛനോ ഒന്നും അല്ലല്ലോ. അപ്പൊ അയാൾക്ക് എന്തും പറയാം. നമ്മുടെ കുടുംബം കലക്കാനും എന്റെ ഭാവി ഇല്ലാതാക്കാനും അയാൾക്ക് എന്തും പറയാം. എന്നിട്ട് നിങ്ങൾ അതെല്ലാം കേട്ടിട്ട് തിരിച്ചു വന്നു അല്ലേ? മതി, നീ ഇങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? കേട്ടിട്ട് ഞാനത് വിശ്വസിച്ചോ? ഇല്ലല്ലോ. എന്റെ മുഖത്ത് നോക്കി ബാലേട്ടൻ പറഞ്ഞത് എന്റെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാനും നശിക്കാതിരിക്കാനും ഞാൻ നാളെ കണ്ണീർ കടലിൽ മുങ്ങിപ്പോകാതിരിക്കാനും വേണ്ടിയാണ് ബാലേട്ടൻ ഇത് പറയുന്നതെന്ന്. ഓ പിന്നെ, എന്നെ കെട്ടിയതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇപ്പൊ നടുക്കടലിലാണല്ലോ. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ നല്ലൊരു ഉടുപ്പിട്ടതും ഭക്ഷണം കഴിച്ചതും എന്തിന്? നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായത് വരെ എപ്പോഴാ മനുഷ്യ? ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമല്ലേ? അതെ, അതൊന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മതി, ഇതിനെക്കുറിച്ചൊന്നും ഇന്ന് ബാലേട്ടൻ പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്താ നിങ്ങളുടെ ഏട്ടൻ പറഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ വലതുകാല് വെച്ച് കയറിയതോടെ നിങ്ങളുടെ ജീവിതം എന്താ മുടിഞ്ഞു മുണ്ടങ്കോലെടുത്തുന്നോ? അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയും പറഞ്ഞില്ല. മതി, പിന്നെ എന്റെ സ്വഭാവം മോശമാണെന്നാണോ? നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് തിരക്കി നോക്ക്. എന്റെ നാട്ടിലും ഞാൻ പഠിച്ച കോളേജിലും ഒക്കെ ഒന്ന് തിരക്കി നോക്ക്. മതികല എന്താണെന്ന് പറഞ്ഞു തരും. പെൺകുട്ടികൾ മാത്രമുള്ള ബോർഡിംഗ് സ്കൂളിൽ നിന്നാ ഞാൻ പഠിച്ചത്. ഇന്ന് വരെ ഒരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ലാത്ത ആളാ ഞാൻ. അപ്പൊ ഞാൻ പുരുഷനല്ലേ പൊന്നെ? ഒരു ഒറ്റ ആടി വെച്ചേരും കേട്ടോ. മനുഷ്യ, നിങ്ങളെ കാണുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നല്ല അടക്കത്തിലും ഒതുക്കത്തിലുമാ എന്റെ അമ്മ എന്നെ വളർത്തിയത്. അടക്കത്തിന്റെ ഒതുക്കത്തിന്റെ കാര്യം പറയാതിരിക്കുന്ന ഭേദം. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളിപ്പോ എന്തോ ചുണ്ടിനടിയിൽ വെച്ച് വെറുത്തല്ലോ. എന്റെ മതി, ഞാനൊന്നും പറഞ്ഞില്ല. അടക്കത്തിലും ഒതുക്കത്തിലും തന്നെയാ എന്റെ മതി വളർന്നതെന്ന് ഞാൻ പറയായിരുന്നു. അത് മതിയുടെ അമ്മയെ കാണുമ്പോ തന്നെ അറിയത്തില്ലേ നല്ല അടക്കത്തിലും ഒതുക്കത്തിലാ നടന്നതെന്ന്. ഓ, നിങ്ങൾ ആക്കി സംസാരിക്കുവാണോ? നിങ്ങളുടെ അപ്പച്ചിയമ്മയുടെ പോലത്തെ ഒരുമാതിരി ചൊറിയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് നിങ്ങൾക്കും ഉണ്ട്. അത് അടക്കി വെച്ചോണം കേട്ടല്ലോ. ഞാൻ വഴക്കിനൊന്നുമില്ല. ബാലേട്ടൻ വിളിച്ചോണ്ട് പോയി. ഇതൊക്കെ പറഞ്ഞു നമുക്കിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണെന്ന് എനിക്ക് വ്യക്തമായി. അങ്ങനെ നേരെ ചൊവ്വേ കാര്യങ്ങൾ പറ. എന്നിട്ട് എന്താ നിങ്ങളുടെ തീരുമാനം? ഇനി എന്റെ തീരുമാനം എന്തുവാ? ഞാനും എന്റെ പൊന്നും കൂടി അങ്ങനെ സുഖമായിട്ടങ്ങ് ജീവിക്കും, അത്ര തന്നെ. ഇനി നാളെ നിങ്ങളുടെ ചേട്ടൻ പുതിയ കോളും കൊണ്ട് വരും. നാളെയും പറയും അനിയന്റെ ഭാര്യ മോശമാണെന്നും അവക്ക് രഹസ്യങ്ങളുണ്ടെന്നും അവള് വൃത്തികെട്ടവളാണെന്നും അവക്ക് പരപുരുഷ ബന്ധമുണ്ടെന്നൊക്കെ. അന്നേരം നിങ്ങൾ കേൾക്കാൻ പോവൂ? ഞാൻ ഇനി ഒന്നും കേൾക്കാൻ പോകുന്നില്ല. എന്റെ ജീവിതം എന്റെ മതിയുടെ കയ്യിൽ ഞാനങ്ങ് തന്നിരിക്കുക. മതി അത് നന്നായി നോക്കുകയോ തറയിൽ എറിഞ്ഞുടയ്ക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്യും. എന്റെ രവിയേട്ടാ, ഇങ്ങനൊന്നും പറയല്ലേ.
എന്റെ രവിയേട്ടന്റെ ജീവിതം എന്റെ കയ്യിലാണെന്ന് എനിക്കറിയാം. എന്റെ ജീവനെക്കാളും സൂക്ഷ്മതയോടെ ഒരു ചില്ല് പാത്രം പോലെ തൂത്തു തുടച്ച് എന്നും കൊണ്ടുപോവല്ലേ. അറിയാതെ പോലും രവിയേട്ടൻ അത് തട്ടിത്തെറിപ്പിച്ച് പൊട്ടിക്കാതിരുന്നാ മതി. ഞാൻ പൊട്ടിക്കാനുമില്ല, ഒന്നിനുമില്ല. മതി പറയുന്നതൊക്കെ ഇതുവരെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അത് മതിയെ ഞാൻ എൻ്റെ ജീവന്റെ ജീവനായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ആ സ്നേഹം തെറ്റായിരുന്നു എന്ന് നാളെ എനിക്ക് തോന്നരുത് മതി. അത് മാത്രമേ ഉള്ളൂ എനിക്ക്. നാളെ മറ്റുള്ളവരുടെ മുമ്പിൽ, എൻ്റെ ഏട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ മുമ്പിൽ ഞാൻ തലകുനിച്ച് നിൽക്കാൻ ഇടവരരുത്. അവരുടെ മുമ്പിൽ അങ്ങനെ വേണ്ടി വന്നാൽ, ഞാൻ കരയേണ്ടി വന്നാൽ, വയലോരം വീട്ടിലെ രവിചന്ദ്രൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എല്ലാവരും മണ്ടനെന്നും പൊട്ടനെന്നും കഴിവില്ലാത്തവനെന്നൊക്കെ പറയുന്ന ഈ രവിക്ക് സ്വയം ജീവനൊടുക്കാനുള്ള കഴിവ് എന്തായാലും കാണും. എന്റെ മതി എന്നെ ചതിച്ചു എന്നറിഞ്ഞാൽ പിന്നെ മുന്നിലുള്ളത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. എന്ത്? ഒന്നുകിൽ മതിയെ കൊല്ലുക, അല്ലെങ്കിൽ ഞാൻ ചാവുക. എന്നെ കൊല്ലാനോ? ഈ വല്ലോര് പറയുന്നത് കേട്ടിട്ടോ? ഒരിക്കലുമില്ല. ആരും പറയുന്നത് കേട്ടിട്ടല്ല. മതിയെ കൊല്ലുന്നതിനെ പറ്റിയോ മതിക്കൊരു ദോഷം വരുന്നതിനെ പറ്റിയോ എനിക്ക് ചിന്തിക്കാനാവില്ല. അപ്പോ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുക എന്നുള്ളതാണ്. കാരണം നാളെ നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും മുന്നിൽ ഒരു കോമാളിയെ പോലെ നിൽക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് മതിയോട് ഞാൻ അപേക്ഷിക്കുക, ഞാൻ അറിയാത്ത ഒരു രഹസ്യങ്ങളും എന്റെ മതിക്കുണ്ടാവരുത്. ഇല്ല ഇല്ല രവിയേട്ടാ, ഒരിക്കലും ഉണ്ടാവത്തില്ല. ഞാനല്ലേ പറയുന്നേ. എന്റെ നെറ്റിയിലെ സിന്ദൂരമാണ് സത്യം, ഈ കഴുത്തി കിടക്കുന്ന താലിയാണ് സത്യം. രവിയേട്ടൻ അറിയാത്ത ഒരു രഹസ്യവും എനിക്കില്ല. വഴക്കൊന്നും വേണ്ട മതി. വഴക്കല്ല, എന്നാലും ചില കാര്യങ്ങളൊക്കെ ചോദിക്കണമല്ലോ. മതി. ബാലേട്ടൊന്ന് നിന്നേ. മതി, വേണ്ട. എന്ത് വേണ്ടെന്ന്? ഇന്ന് ചില കാര്യങ്ങൾ ചോദിച്ചിട്ടേ ഉള്ളൂ. എന്താ കലമോൾക്ക് ചോദിക്കാനുള്ളത്? അങ്ങനെ മോളേന്ന് വിളിച്ച് കൂടുതൽ സുഖിപ്പിക്കലും സോപ്പിടിയിലും ഒന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ ഇത്ര വിഷമാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കാളകൂടത്തെക്കാളും വലിയ വിഷമാണ് നിങ്ങളുടെ മനസ്സിൽ. അയ്യോ, എന്നെ ഇവിടെ വഴക്കാണോ? വലിയേട്ടനെ തെരഞ്ഞെടുത്ത് വഴക്കാ ഇവിടെ? എന്നാ വഴക്ക്? നീ നിന്റെ പാട് നോക്കി പോടി. നീയും നിന്റെ വല്യേട്ടനും കുപ്പച്ചിയമ്മയും കുപ്പച്ചിയപ്പനും വന്നു കേറിയ തമിഴത്തെയും എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാൻ നോക്കുവല്ലേ? കലമോൾ എന്തോ തെറ്റിദ്ധാരണ വെച്ച സംസാരിക്കുന്നു. കലമോൾക്കെതിരെ ഇവിടെ ആരും ഒന്നും ചിന്തിച്ചിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. ഞാൻ ഈ പറഞ്ഞതെല്ലാം അങ്ങ് വിശ്വസിക്കണം അല്ലേ? നാണമില്ലേ ബാലേട്ടൻ നിങ്ങൾക്കിത് പറയാൻ? ഒരു പെണ്ണിന്റെ ജീവിതം കലക്കാനുള്ള പണിയില്ലേ നിങ്ങൾ ഈ ചെയ്തത്? എടാ രവി, എന്താടാ പ്രശ്നം? എന്താ ബാലനുമായിട്ട് നിന്റെ ഭാര്യക്ക് പ്രശ്നം? ആ ബാലേട്ടൻ ഇവളെ പറ്റി ചില കുറ്റങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു. ഞാനത് അവളോടും പറഞ്ഞു. നിനക്ക് നാണമില്ലേടാ പെണ്ണുങ്ങളെക്കാളും കെട്ട സ്വഭാവം കൊണ്ട് നടക്കാനായിട്ട്? ബാലൻ നിന്നോടൊരു കാര്യം പറഞ്ഞെങ്കിൽ അത് നിനക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. പക്ഷെ അത് നിന്റെ മനസ്സിലിരിക്കണമായിരുന്നു. മനസ്സിലിരിച്ചായിരുന്നു. മനസ്സിലിരിച്ചിട്ട് നമ്മൾ ആരോടും പറയാൻ പാടില്ല. അത് നമ്മൾ പാരസ്യമായിട്ട് അങ്ങോട്ട് സൂക്ഷിക്കണം. നീ പോവണേ, ഇവിടെ വലിയൊരു സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ? പോവന്നെണ്ണ, ഞാൻ ആരാണ് അറിയാല. ഇന്നാള് ഞാൻ വടി എടുത്തേ ഉള്ളൂ, ഇനി ഞാൻ അടിച്ച് താഴെ ഇടും. കേട്ടില്ല? കേട്ടടാ കള്ളത്താരി കുഞ്ഞേട്ടാ. നിങ്ങൾ കേക്കണം, നിങ്ങൾ എല്ലാവരും കേക്കണം. എന്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയി എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിരിക്കുന്നു. ഞാൻ അഹങ്കാരിയാണ്, നിഷേധിയാണ്, താന്തോന്നിയാണ്. അയ്യോ, ഇത് കുറ്റമാണോ? സത്യമല്ലേ ബാലൻ പറഞ്ഞത്? നിങ്ങളെന്റെ ശരിക്കുള്ള സ്വഭാവം എടുപ്പിക്കരുത് കേട്ടോ. ഇപ്പൊ പറഞ്ഞതൊക്കെ ഞാൻ അങ്ങ് സമ്മതിച്ചു. പക്ഷെ എനിക്ക് എന്റെ ഭർത്താവ് അറിയാതെ വേറെന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു പെണ്ണിന്റെ ജീവിതം നശിക്കാനായിട്ട് ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും വേണോ? പിന്നെ എന്റെ രവിയേട്ടൻ പാവമായതുകൊണ്ടും എന്നെ കുറിച്ച് രവിയേട്ടൻ അറിയാവുന്നത് കൊണ്ടും അതൊരു പ്രശ്നമാക്കിയില്ല. വന്ന പാടെ എല്ലാം എന്നോട് പറയുകയും ചെയ്തു. അത് അവന് നിന്നെ വലിയ വിശ്വാസം ഉണ്ടായിട്ടോ നിന്റെ സ്വഭാവശുദ്ധിയിൽ വലിയ ഉറപ്പുള്ളത് കൊണ്ടോ അല്ല. അവൻ അച്ചിക്കോന്തനാ, ഭാര്യയുടെ പിറകെ നടക്കുന്നവൻ. അവന് ഭാര്യ പറയുന്നത് എന്തും വേദാന്തമാ. പിന്നെ നിന്നെ അവന് വലിയ പേടിയാ. നിന്റെ കൂടെ അല്ലേ അവൻ രാത്രി ഉറങ്ങുന്നത്. അപ്പൊ നീ ഉറക്കത്തിലെങ്ങാനും കഴുത്തി ഞരിച്ച് കൊന്നാലോ? അങ്ങനെ ചെയ്താലോ?
കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ആളൊക്കെ ഇവിടെ നിപ്പുണ്ടല്ലോ. ദേ ഇവള് സ്വന്തം അമ്മയെ കൊന്നവള്. ദേ, ഞാൻ എന്റെ അമ്മയെ കൊന്നിട്ടില്ലാട്ടോ. ഒരാവശ്യമില്ലാത്ത പറയല്ലേ. ആഹാ, ആ. നീ ആടി കൊന്നത്. അതുകൊണ്ടാ നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയത്. നിന്നെ ജയിലിൽ കൊണ്ടുപോയി ഇട്ടത്. നീ ആടി കൊന്നത്. നീ തന്നെയാ കൊന്നത്. ബാലേട്ടനെ 2 ഭാര്യമാരുണ്ട് കേട്ടോ കാര്യങ്ങൾ അന്വേഷിക്കാൻ. ആ 2 പേരുടെ സ്വഭാവശുദ്ധിയെ പറ്റി അങ്ങ് അന്വേഷിച്ചാ മതി. നിങ്ങളുടെ ആദ്യത്തെ ഭാര്യ അതിനു മുമ്പ് വേറൊരാളുടെ ഭാര്യയായിരുന്നു. ഇനി അതിനു മുമ്പ് ആരുടെങ്കിലും കാമുകയായിരുന്നു എന്ന് ബാലേട്ടനൊന്ന് അന്വേഷിച്ചു നോക്ക്. തലമോളെ, മോൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ രവിയോട് സംസാരിച്ചത്. എന്റെ അനിയന്റെ ജീവിതത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്റെ ജീവിതത്തിലൊന്നും കൂടുതൽ ഉത്തരവാദിത്വമൊന്നും ആരും ഏറ്റെടുക്കണ്ട. ഞാനിവിടെ പഠിത്തവും കഴിഞ്ഞ് ജോലിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോ ഇന്റർവ്യൂവിന് പോലും പോകാൻ കാശ് വേണമെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ കൈ നീട്ടണമായിരുന്നു. കണക്കായി പോയടാ. നീ കൈ നീട്ടാതെ കൈക്കോട്ട് എടുത്തോണ്ട് കണ്ടത്തിലോട്ട് ഇറങ്ങണമായിരുന്നു. നിനക്ക് പറ്റിയില്ലല്ലോ. അപ്പം നിനക്ക് ആഫീസർ പണി തന്നെ വേണമായിരുന്നു. അപ്പം നിനക്ക് അധ്വാനിക്കുന്നതിന് മുമ്പ് കൈ നീട്ടേണ്ടി വരും.